വാർത്തകൾ വായിക്കുന്നത് സുബിൻ ഷെരീഫ് തിന്നിലാപുരം. ഇന്ന് ആഗസ്റ്റ് മാസം 8 വ്യാഴാഴ്ച. കർക്കിടക മാസം 24 അറബി മാസത്തിലെ സബർ മാസം 2 വരുന്നത്. പ്രധാന വാർത്തകൾ: പ്രധാനമന്ത്രി ദുരന്ത മേഖല സന്ദർശിക്കും. എം ബസ്സുകാർ ഒരു ദിവസത്തെ കളക്ഷൻ ദുരിതാശ്വാസ നിധിക്ക് നൽകും. കനി ഉസ്താദ് മരണപ്പെട്ടു. ഷേഖ് ഹസീന നാട് വിട്ടു. ഒളിമ്പിക്സിൽ നിന്നും ഫോഗട്ടിനെ ഒഴിവാക്കി. കാണാതായവരുടെ ലിസ്റ്റ് കിട്ടി. ഇനി മുതൽ 8ാം ക്ലാസ്സിൽ മിനിമം മാർക്ക് വേണം ജയിക്കാൻ. സഹകരണ ബാങ്കിനെ നിയന്ത്രിക്കും വായ്പ കൊടുക്കുന്ന കാര്യത്തിൽ. മലമ്പുഴ അണക്കെട്ടിന്ന് തുറക്കും. ഓണം കാതിമേള ഇന്ന് മുതൽ തുടങ്ങും. പള്ളിക്ക് പോയ ഒരു അമ്മൻ്റെ സ്വർണം തട്ടിയെടുത്തു. വാർത്തകൾ വിസ്തരിച്ച്: നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് ദുരന്ത മേഖല സന്ദർശിക്കാനായിട്ട് വയനാട്ടിലേക്ക് ഉടനെ പുറപ്പെടുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ദുരന്ത മേഖല എല്ലാം കണ്ട് ബോധ്യപ്പെട്ട് സുരേഷ് ഗോപിയായിട്ട് കൂട്ടം കൂടിയിട്ട് വേണ്ട സഹകരണങ്ങളൊക്കെ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദേശീയ ദുരന്തമായിട്ട് ഇതിനെ അവർ പ്രഖ്യാപിക്കുന്നതാണ് പറഞ്ഞു വരുന്നത്. ആലത്തൂരും വട്ടാരത്തും ഓടിക്കൊണ്ടിരുന്ന എം ബസ് ഒരു ദിവസത്തെ ബസ് ചാർജുകളൊക്കെ കൂടി കൂട്ടിവെച്ചിട്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകും. കഴിഞ്ഞ ദിവസമാണ് തൃശ്ശൂർ പാലക്കാട് വഴി ഓടുന്ന എം ബസ്സിലത്തെ ബസ്സുകാർ ടിക്കറ്റ് കൊടുക്കാണ്ട് ഇഷ്ടമുള്ളത് ഈ തെഞ്ചിയിലിട്ടാൽ മതിയെ പറഞ്ഞിട്ട് ചെഞ്ചിയും ബക്കറ്റൊക്കെ കാണിച്ച് ആളുകളുടെ കൊടുത്തു. ചിലർ കുറച്ച് കാശ് കൊടുത്തു, ചിലർ 8 പൈസ കൊടുത്തു. അങ്ങനെ ആ ദിവസത്തെ കൂലി പോലും പണിക്കാർ എടുക്കാണ്ട് ആ പൈസ മുഴുക്കനും ദുരിതാശ്വാസ നിധിക്ക് സംഭാവന ചെയ്തു. ആലത്തൂർ കൊല്ലങ്ങളായിട്ട് മാതൃനീതായ മദ്രസയിലെ ഉസ്താദായിരുന്ന കനി ഉസ്താദ് മരണപ്പെട്ടു. എല്ലാവർക്കും പ്രിയങ്കരനും സൗമ്യശീലനും അധികം സംസാരിക്കാത്ത വ്യക്തിയുമായിരുന്നു അദ്ദേഹം. ഒരു മാസം മുമ്പ് വരെ മദ്രസയിൽ പഠിപ്പിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ താമസം തോണിപ്പാടത്താണ്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഖബറടക്കം നടത്തും. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ആയിരുന്ന ഷേഖ് ഹസീന നാട് വിട്ടു. ഇന്ത്യയിൽ ഡൽഹിയിൽ വന്ന് അവർ ഒളിച്ച് താമസിക്കുന്നുണ്ട്. ബംഗ്ലാദേശിൽ തൽക്കാലത്തേക്ക് ഒരു പ്രധാനമന്ത്രിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി പ്രധാനമന്ത്രി ആയിരിക്കുന്നത് ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനിസ് പറയുന്ന ഇത്തിരി വയസ്സായ ആളായിരിക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. മൂപ്പര് ഇതുവരെ പാരീസ് പറയുന്ന രാജ്യത്തായിരുന്നു. അവിടെ നിന്ന് ദുബായിലേക്ക് വിമാനത്തിൽ പൊത്തിപ്പിടിച്ച് കയറി വന്നിട്ടുണ്ട്. അവിടുന്ന് ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയിലേക്ക് വരും. അവിടെ വെച്ചിട്ട് മൂപ്പര് സത്യപ്രതിജ്ഞ എന്ന് പറഞ്ഞിട്ടുണ്ട്. കൂട്ടത്തിൽ 5 മന്ത്രിമാരും ആക്കും. ചുരുക്കി പറഞ്ഞ് ഷേഖ് ഹസീനെ നാട്ടിൽ നിന്ന് തന്നെ പുറത്താക്കിയ പോലെ ഞാൻ കാണുന്നത്. ഇനി വന്നാൽ അവർ പുറം ലോകം കാണില്ല. ഇനിയുള്ള കാലത്ത് ജയിലിൻ്റെ ഉള്ളിൽ കിടക്കേണ്ടി വരുന്നതാണ് മുഹമ്മദ് യൂനിസ് പറഞ്ഞത്. വയനാട് ഉരുൾപൊട്ടലിൽ കാണാണ്ടായവരുടെ പട്ടിക തയ്യാറാക്കി. 138 പേരാണത്ര ആ പട്ടികയിലുള്ളത്. കുറേ പേരിൻ്റെയൊക്കെ ബോഡി കിട്ടിയെങ്കിലും ബാക്കിയുള്ളതിൻ്റെയൊക്കെ മണ്ണിൻ്റെ അടിയിലും എവിടേക്കോ ആണെന്നാണ് പറയുന്നത്.
കിട്ടിയവരുടെ ശരീരഭാഗങ്ങളൊന്നും തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ട് അത് പൊതുവായിട്ടുള്ള ആചാരപ്രകാരം അതിനെയൊക്കെ സംസ്കരിച്ചു. ക്രിസ്ത്യാനികളാണോ ഹിന്ദുക്കളാണോ മുസ്ലിമീങ്ങളാണോ എന്ന് തിരിച്ചറിഞ്ഞില്ല. സർവമത പ്രാർത്ഥന നടത്തിയിട്ട് അവരെയൊക്കെ വേണ്ട വിധത്തിൽ സംസ്കരിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പല ഭാഗത്തുനിന്നും വേണ്ട പോലെ പച്ചക്കറികളും പലവ്യഞ്ജന സാമാനങ്ങളൊക്കെ കുന്നുകൂടിയിട്ടുണ്ട്. ഇനിയൊന്നും വേണ്ട, ആവശ്യത്തിനുള്ള ആയിട്ടുണ്ട് എന്നാണ് അവിടുത്തെ ഒരു സ്കൂളിൽ കൂട്ടിവെച്ച വകയിൽ ദുരിതാശ്വാസ ക്യാമ്പ് നിയന്ത്രിക്കുന്ന സാറ് പറഞ്ഞത്. ഇപ്പോഴും സഹായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞ കോടികളുടെ സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട്. ദുരിതാശ്വാസ മേഖലയിൽ വീട് നഷ്ടപ്പെട്ട കുടുംബങ്ങളിൽ അങ്ങനെ കണക്കാക്കുമ്പോൾ ഒരു വ്യക്തിക്ക് തന്നെ 40 ലക്ഷം ഉറുപ്പ്യൻ്റെ സഹായങ്ങൾ കിട്ടിയതായിട്ടാണ് അറിവ് വന്നിരിക്കുന്നത്. ഒരാൾ അയാളുടെ ഭാര്യ 3 മക്കൾ വാപ്പയും അമ്മയും മരിച്ചുപോയി. ഗൾഫിലായിരുന്നു അയാൾ. വന്നപ്പോൾ ഇവരൊന്നുമില്ല, ഇവരൊക്കെ മരിച്ചും പോയി, ഉള്ള വീടും പോയി പറഞ്ഞിട്ട് പാവം കരയുണ്ടായിരുന്നു. ഒളിമ്പിക്സിൽ കളിക്കാൻ പോയ ഫോഗട്ട് പറയുന്ന പെണ്ണിനെ ഒഴിവാക്കി. 100 ഗ്രാം കനം കൂടുതലുണ്ട് ദേഹത്ത് പറഞ്ഞിട്ടാണ് ആ പെണ്ണിനെ ഒഴിവാക്കിയത്. കൽപ്പിച്ചു കൂട്ടിയിട്ട് ആ പെണ്ണിനെ അതിന് ഒഴിവാക്കിയതാണ്. വേറെ രാജ്യക്കാർക്ക് ജയിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞു വരുന്നത്. എന്നാലും ആ പെണ്ണിൻ്റെ കഴിവിനെ അംഗീകരിച്ചിട്ട് ഇന്ത്യ ഗവൺമെൻറ് അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇനി മുതൽ മാർക്ക് നോക്കാണ്ട് പടപടാന്ന് 10ാം ക്ലാസ് വരെ കുട്ടികളെ ജയിപ്പിക്കുന്ന പരിപാടി നിർത്തി വന്നു. 8ാം ക്ലാസ്സിൽ മിനിമം മാർക്ക് ഉണ്ടെങ്കിൽ 9ലേക്ക് തള്ളിവിടുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇല്ലെങ്കിൽ അവിടെ തന്നെ ഇരിക്കുകയുള്ളൂ. വീണ്ടും ഒന്നും കൂടി 8ൽ തോറ്റിട്ട് ജയിക്കേണ്ട അവസ്ഥ വരുമെന്നാണ് പറയുന്നത്. ഇനി മുതൽ സഹകരണ ബാങ്കിൽ തോന്നിയ പോലെ വായ്പ കൊടുക്കില്ല എന്ന് അറിഞ്ഞു. ഗവൺമെൻറ് ബാങ്കും റിസർവ് ബാങ്കുകളും അതിൽ നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട്. സഹകരണ ബാങ്കിൽ നിന്ന് കടമെടുത്തിട്ട് കുടുങ്ങിയവർ കൂടെ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം കണക്കാക്കിയപ്പോൾ അമിതമായ പലിശയും എത്ര ഇല്ലാത്തവരാണെങ്കിലും ഒരു ഗതിയും വഴിയില്ലാത്തവരാണെങ്കിലും അവർക്ക് ജപ്തി നോട്ടീസ് അയച്ചിട്ട് ഇടങ്ങേറാവുമ്പോൾ അവർ ഒരു മുഴം കയ്യിൽ തൂങ്ങി മരിക്കുക, വിഷം കഴിച്ച് മരിക്കുക, ഏതെങ്കിലും തരത്തിലൊക്കെ മരിക്കുന്ന അവസ്ഥ വരുന്നു. അത് അന്വേഷിച്ച് നോക്കിയപ്പോൾ സഹകരണ ബാങ്കുകളിലാണ് കൂടുതൽ അങ്ങനെ സംഭവിക്കുന്നതെന്നാണ് അറിഞ്ഞത്. ഇനി നിയന്ത്രണങ്ങൾ കൊണ്ടുവരും. ജപ്തി നടപടികൾ ഒഴിവാക്കുമെന്നാണ് റിസർവ് ബാങ്ക് പറഞ്ഞു വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. ഉടനെ പോയി ലോൺ എടുക്കാൻ പോയി കഴിഞ്ഞാൽ അഞ്ഞ് കിട്ടുന്ന കാര്യം പാടാണ് എന്നാണ് പറയുന്നത്. മലമ്പുഴ അണക്കെട്ടിൽ വെള്ളം തുറന്നു വിടും. കനാലുകളിലൊക്കെ ഒലിച്ച് വന്ന് അത് കണ്ടങ്ങളിലും കുളത്തിലൊക്കെ വന്ന് ചേരും. വെള്ളം ഇപ്പം ഇല്ലാണ്ട് വീണ്ടും വേനൽക്കാലം പോലെ ആയിട്ടുണ്ട്. നല്ല ചൂടുണ്ട്. മഴ പോയപ്പോൾ നല്ല വെയിൽ വീണ്ടും വന്നിട്ട് കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓണമായിട്ട് ഖാദി മേള ഇന്നു മുതൽ പാലക്കാടിൻ്റെ പല ഭാഗങ്ങളിലും തുടങ്ങും. അവരുണ്ടാക്കിയ കുപ്പായങ്ങൾക്കും സാരികൾക്കൊക്കെ നല്ല വിലക്കുറവുണ്ട് എന്നാണ് അറിഞ്ഞത്. അതിൻ്റെ കൂട്ടത്തിൽ കായ്കറിയും മല്ലിച്ചപ്പും ഒക്കെ അവർ വിൽക്കുന്നുണ്ടെന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പള്ളിക്ക് പോകാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഒരു പെണ്ണിൻ്റെ കഴുത്തിലും കാതിലുള്ള സ്വർണ്ണമാലയും ഒക്കെ കള്ളൻ വന്നിട്ട് തട്ടിക്കൊണ്ടുപോയെന്നാണ് അറിഞ്ഞത്. കാഞ്ഞിരപ്പുഴ പറയുന്ന സ്ഥലത്താണ് ഇത് സംഭവിച്ചത്. വീട്ടിൻ്റെ അവിടുന്ന് 1/2 കിലോമീറ്റർ പോലും ഇല്ല. വെളുപ്പിന് വെളിച്ചു പോകുമ്പോഴേക്കും ഓടിയെന്ന് വേഗം പോയി വന്നിട്ട് പണികളൊക്കെ തീർക്കാൻ പറഞ്ഞിട്ട് 6:15 സംഭവം. പൂഞ്ചോര കന്നും കുളമ്പിൽ ജോണിൻ്റെ ഭാര്യ ജേഴ്സിൻ്റെ 59 വയസ്സ് അമ്മയാണ്.
അവരുടെ കഴുത്തിലുള്ള ആഭരണങ്ങൾ ബലം പ്രയോഗിച്ചിട്ട് കള്ള ഊരിയെടുത്തു എന്നാണ് പറയുന്നത്. കയ്യിലത്തെ 2 റോൾഡ് ഗോൾഡ് വളയും ആ കൊടുത്തി കൊടുത്തിട്ടുണ്ട്. കാതിലത്തെ കമ്മലും അവർ ഊരി വാങ്ങിയിട്ടുണ്ട്, മോതിരവും ഊരി വാങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോഴാണ് ഇത് സംഭവിച്ചതെന്നാണ് പറയുന്നത്. കേസ് എടുത്തിട്ടുണ്ട്. മണ്ണാർക്കാട് പോലീസുകാർ വന്നിട്ട് കള്ളനെ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പുറം ഇപ്പുറമുള്ള വീടുകളത്തെ ക്യാമറകൾ വെച്ച് പരിശോധിക്കുന്നുണ്ട്. 2-3 പവൻ പോയതിൽ ഭയങ്കര സങ്കടമുണ്ട്. മകൾക്ക് കൊടുക്കാൻ വേണ്ടി വെച്ച സാമാനങ്ങളാണ് ഇതൊക്കെ എന്നാണ് ജോണി പറയുന്നത്. ഇന്നത്തെ ആദ്യത്തെ വാർത്തകൾ കഴിഞ്ഞു.